കോട്ടയം പായിപ്പാട്ട് പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കി. സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങി. പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് താറാവുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് ഒഴിവാക്കി ഇൻസിനേറ്റർ ഉപയോഗിച്ച് കത്തിച്ചു കളയാനാണ് തീരുമാനം. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഔസേപ്പ് മാത്യു എന്ന കർഷകന്റെ താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം താറാവുകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ പ്രദേശത്ത് വെള്ളം കയറിയതിനാൽ താറാവുകളെ കൊന്നു കുഴിച്ചു മൂടാനാകില്ല. അതിനാൽ ഇൻസിനേറ്റർ ഉപയോഗിച്ച് താറാവുകളെ കത്തിച്ചു കളയാനാണ് തീരുമാനം. ഇതിനായി 14ഓളം ഇൻസിനേറ്ററുകൾ പ്രദേശത്തെത്തിച്ചു. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇൻസിനറേറ്റർ നമുക്ക് കുറവാണ് വന്നിരിക്കുന്നത്, 4 ഉള്ളൂ. നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു 25 വേണം. കുഴിക്കാൻ പറ്റത്തില്ല, അതാണ് ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുഴിക്കും തോറും വെള്ളം വരുമല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആറുള്ളത് കൊണ്ടും അതും കണ്ടാമിനേഷൻ വരും. കൺട്രോൾഡ് ആണ് ഇത്. നമ്മൾ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളത് ഇൻഫെക്റ്റഡ് ഏരിയ ആയിട്ടാണ്. പിന്നെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് നമ്മുടെ സർവൈലൻസ് ഏരിയ ആയിട്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്തിന് 1 കിലോമീറ്ററിലുള്ള പക്ഷികളെയെല്ലാം കൊന്നൊടുക്കും. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പക്ഷികളുടെ വിപണനവും കടത്തലും നിരോധിച്ചു. പായിപ്പാട് പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും വാഴപ്പള്ളി, തൃക്കൊടിത്താനം, കുറിച്ചി ഗ്രാമപഞ്ചായത്തുകളിലും ജൂൺ 2 വരെ നിയന്ത്രണങ്ങളുണ്ട്. ടോബി ജോൺസൺ, 24, കോട്ടയം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.